പരാതിക്കാരി ബി.ജെ.പി. നേതാവിന്റെ ഭാര്യ. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമുണ്ടായിട്ടുണ്ട്. മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്ന് മുമ്പ് സൂചനയുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം കേസുകൾക്ക് ആദ്യം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്ന രീതി ശരിയല്ലെന്ന സുപ്രീം കോടതിയുടെ മുൻ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആദ്യം ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് സൂചന. യുവതിയുമായി സൗഹൃദം ഉണ്ടായിരുന്നതെന്നുൾപ്പെടെയാണ് രാഹുലിന്റെ വാദങ്ങൾ. പരാതിക്കാരിയുടെ ആരോപണവും വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും കേസിന് പിന്നിൽ CPM BJP ബന്ധമുണ്ടെന്നുമാണ് പ്രധാന വാദം. പരാതിക്കാരി BJP നേതാവിന്റെ ഭാര്യയാണെന്നും ജാമ്യഹർജിയിൽ പറയുന്നു. ഫേസ്ബുക്ക് വഴി പരാതിക്കാരിയാണ് താനുമായി സൗഹൃദം സ്ഥാപിച്ചത്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഗർഭിണിയാക്കി എന്നത് വ്യാജ ആരോപണമാണെന്നും താനുമായുള്ള എല്ലാ ചാറ്റും റെക്കോർഡ് ചെയ്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഹുൽ ജാമ്യഹർജിയിൽ പറയുന്നു. ഗൂഢാലോചനയുടെ ഭാഗമായി റെക്കോർഡ് ചെയ്ത ചാറ്റുകൾ അടക്കമുള്ള തെളിവുകൾ പിന്നീട് മാധ്യമങ്ങൾക്ക് കൈമാറി. അഡ്വക്കേറ്റ് S. രാജീവ് മുഖേനയാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി നീക്കം നടത്തുന്നത്. കേസിലെ FIR അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുലിന്റെ നീക്കം. ഗർഭിണിയായിരിക്കെയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുവതിയെ പലതവണ പീഡിപ്പിച്ചുവെന്ന് FIR-ൽ ഗുരുതര കണ്ടെത്തലുണ്ട്. നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും പാലക്കാട് ഉൾപ്പെടെ 3 സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്നും വലിയമല പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നിങ്ങനെയാണ് ഗുരുതര കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുള്ളത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. പരാതിക്കാരി ജോലി ചെയ്യുന്ന സ്ഥാപനം തനിക്കെതിരെ പരാതി നൽകാൻ നിർബന്ധിച്ചു. പരാതിക്കാരി ഇക്കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രാഷ്ട്രീയ താൽപര്യത്തോടെയാണെന്നും രാഹുൽ വാദിക്കുന്നു. ഗർഭചിത്രം നടത്തിച്ചെന്ന വാദം നിലനിൽക്കില്ലെന്നും പരാതിക്കാരി സ്വയമാണ് മരുന്ന് കഴിച്ചതെന്നും പരാതിക്കാരി ഗർഭിണിയാണെന്ന വാദം അംഗീകരിച്ചാൽ അതിന്റെ ബാധ്യത ഭർത്താവിനാണെന്നും രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നു. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും യുവതിയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നാണ് രാഹുലിന്റെ വാദം. പോലീസിന്റെ തിടുക്കപ്പെട്ടുള്ള അന്വേഷണത്തിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു.